നമസ്കാരം. ഹൃദയാരോഗ്യത്തിന് വേണ്ടി മീനെണ്ണ ഗുളികകൾ വാങ്ങി കഴിക്കുന്നവരാണോ നിങ്ങൾ? ഇതിലൂടെ നിങ്ങളുടെ ഹൃദയാഘാതം കുറയുമോ? നമുക്ക് നോക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ജിതേഷ് കെ, സീനിയർ കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ. ഇന്ന് ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്കും വാട്സാപ്പും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും തുറന്നു കഴിഞ്ഞാൽ പലപ്പോഴും മീനെണ്ണ ഗുളികകളുടെ പരസ്യങ്ങൾ കാണാം. പലരും ഹൃദയാരോഗ്യം പ്രിവെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഈ ഗുളികകൾ വാങ്ങി കഴിക്കാറുണ്ട്. എന്നാൽ അത് ശരിയാണ്. എപ്പോഴാണ് എണ്ണ ഗുളികകൾ ഉപയോഗപ്പെടുന്നത്? ഏകദേശം 1970s എനിക്ക് തോന്നുന്നു എസ്കിമോ വിഭാഗത്തിൽ ചില പഠനങ്ങൾ നടത്തിയപ്പോൾ ചില ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ, വളരെയധികം എണ്ണമെഴുക്ക് അവർ കഴിക്കുന്നുണ്ടെങ്കിലും, പ്രത്യേകിച്ച് മീൻ, ഇറച്ചി അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിലും അവരിൽ ഹൃദയാഘാതം വളരെ കുറവായിരുന്നു. ഇത് ഗ്രീൻലാൻഡ് പാരഡോക്സ് എന്ന് പറയും. അവരിത് പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, മീനെണ്ണ ഹൃദയാഘാതം കുറയ്ക്കുന്നുണ്ട്. എന്നാൽ ഇത് കേട്ടതിന് ശേഷമാണ് പലപ്പോഴും വളരെ കാലം മുമ്പ്, 20-30 വർഷം മുമ്പ് കോഡ് ലിവർ ഓയിൽ എന്ന് പറഞ്ഞ മീനെണ്ണ ഗുളികകൾ നമ്മളെല്ലാവരും വാങ്ങി കഴിക്കാറുണ്ട്, ഈ ഒരു രീതി നമ്മൾ തുടങ്ങുന്നത്. എന്നാൽ മെഡിക്കലി ഹൃദയാഘാതം പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ചില യാഥാർത്ഥ്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായി മനസ്സിലാക്കേണ്ടത് മീനെണ്ണയിലെ EPA അഥവാ ഐക്കോസ പെൻറ്റാഇനോയിക് ആസിഡ് ഓർ ഐക്കോസ പെൻറ്റീതൈൽ എന്ന് പറയും. ഇത് 95% മുകളിലുള്ള മീനെണ്ണകളിലൂടെ മാത്രമേ ഹൃദയാഘാതം കുറയ്ക്കുകയുള്ളൂ. എന്നാൽ നമ്മൾ ഓവർ ദ കൗണ്ടറായി വാങ്ങിക്കഴിക്കുന്ന മീനെണ്ണകളിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, വളരെ ചെറിയ തോതിൽ എന്ന് വെച്ചാൽ 30-40% മാത്രമേ ഈ EPA ഉള്ളൂ. പല മീനെണ്ണ ഗുളികളും നമ്മൾ വാങ്ങിക്കഴിക്കുന്നത് EPAൻ്റെ കൂടെ DHA എന്ന് പറയും. നിങ്ങളുടെ ഹൃദയാഘാതം കുറയ്ക്കുന്നുമില്ല, മാത്രമല്ല നിങ്ങളുടെ LDL കൊളസ്ട്രോൾ കൂട്ടാനും കാരണമാകും. അപ്പോൾ നിങ്ങൾ ഓവർ ദ കൗണ്ടർ മീനെണ്ണ വാങ്ങി കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി മീനെണ്ണ അല്ലെങ്കിൽ omega-3 ഫാറ്റി ആസിഡ് കണ്ടെയ്നിങ് ക്യാപ്സ്യൂൾ ആരെല്ലാം കഴിക്കണം? നിങ്ങളുടെ ട്രൈഗ്ലിസറൈഡ് വളരെ അധികമാണെങ്കിൽ, എന്ന് വെച്ചാൽ 500-ന് മുകളിലാണ്, നിങ്ങൾക്ക് പാൻക്രിയാറ്റൈറ്റിസ് രോഗമോ ഹൃദയാഘാതമോ വരാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ കണ്ടെത്തിയാൽ ഈ രോഗികൾ omega-3 ഫാറ്റി ആസിഡ് കഴിക്കണം. അതും 95% മുകളിൽ EPA ഉള്ള ഒമേഗ ഫാറ്റി ആസിഡ് കഴിക്കണം. അത് മെഡിക്കൽ മരുന്നുകളിൽ മാത്രമേ ഉള്ളൂ, സാധാരണ മീനെണ്ണകളിൽ ഇല്ല. ഇനി നിങ്ങൾക്ക് പഞ്ചസാര രോഗമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൃദയാഘാതം ഉണ്ടായി പഞ്ചസാര രോഗത്തിനെ കൂടെ, അങ്ങനത്തെ രോഗികൾക്കും ഈ പറഞ്ഞ EPA അല്ലെങ്കിൽ omega-3 ഫാറ്റി ആസിഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഏകദേശം 4 ഗ്രാം ഒരു ദിവസം കഴിക്കണം. ഒരു മെഡിക്കൽ പ്രിസ്ക്രിപ്ഷനിൽ ഒമേഗ ഫാറ്റി ആസിഡ് ക്യാപ്സ്യൂളിൽ 1 ഗ്രാമാണ് EPA ഉള്ളതെങ്കിൽ 2 ക്യാപ്സ്യൂൾ രാവിലെയും 2 ക്യാപ്സ്യൂൾ രാത്രിയും. എന്നാൽ ഇതൊരു ചികിത്സാ നിർദ്ദേശമായി നിങ്ങൾ തീരുമാനിക്കരുത്. ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം ഇത് കഴിക്കുക. ഇനി മീനെണ്ണ വെറുതെ കഴിക്കുന്നത് കൊണ്ട് ദൂഷ്യവശങ്ങളുണ്ടോ? ഉണ്ട്. ഒന്ന്, ഈ മീനെണ്ണയുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് നമ്മൾ ഉറപ്പിക്കണം. പലപ്പോഴും നല്ല മീനെണ്ണകളായിരിക്കില്ല. ഈ റാൻസിഡ് ഓയിൽ എന്ന് പറയും, എന്ന് വെച്ചാൽ പഴകിയ മത്സ്യത്തിൽ നിന്നും ഉണ്ടാക്കിയ മീനെണ്ണയാണെങ്കിൽ ഇതിൻ്റെ EPA കുറവും DHA കൂടുതലുമായിരിക്കും. മാത്രമല്ല ഇതുകൊണ്ട് പല സൈഡ് എഫക്റ്റുകളും. അനാവശ്യമായി അധികം കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഫിഷ് ബർപ്സ് എന്ന് പറയും, എന്ന് വെച്ചാൽ നിങ്ങളുടെ വായുവിൽ ഒരു ഫിഷി സ്മെല്ല് വരാം. ചിലവർക്ക് ബ്ലീഡിങ് ടെൻഡൻസി വരാം. ചിലവർക്ക് എസിഡിറ്റി, അങ്ങനത്തെ പ്രശ്നങ്ങളും വളരെയധികം അളവിൽ കഴിച്ചാൽ എട്രിയൽ ഫിബ്രിലേഷൻ അഥവാ ഹൃദയത്തിൻ്റെ താളക്കേട് സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ സ്വന്തം മീനെണ്ണ വാങ്ങി കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതിൻ്റെ ക്വാളിറ്റിയും മറ്റു കാര്യങ്ങളും ഉറപ്പിക്കുക. നന്ദി.